ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു ബജി ഉണ്ടാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ബജി മുളകുണ്ട്, എൻ്റെ കൂടെ ഞാൻ ക്യാപ്സിക്കവും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണ് എങ്ങനെ ഇരിക്കുന്നതെന്നറിയാമല്ലോ. അങ്ങനെ എല്ലാ കളറിലെയും ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ക്ലീനാക്കി ബജിക്ക് വേണ്ടി ഇതിൻ്റെ അരിയെല്ലാം ഒന്ന് കളഞ്ഞ് റെഡിയാക്കി. അപ്പോൾ അതിന് വേണ്ടുന്ന ചേരുവകളാണ്: മൈദമാവ് എടുത്തിട്ടുണ്ട്, അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഞാൻ ഇന്ന് കടലമാവ് എടുക്കുന്നില്ല ഇപ്പോൾ. പിന്നെ കായപ്പൊടി, ഇച്ചിരി മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. പിന്നെ ഇത് ഓപ്ഷണലാണ്, വേണ്ടുന്നവർ മാത്രം ഉപയോഗിക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മുട്ട പൊട്ടിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒരു തിക്ക് ബാറ്ററാണ് വേണ്ടുന്നത്. ഈ പരുവാണ് വേണ്ടത്. നമുക്ക് ഇതൊരു 20 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ മതി. 20 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ മാവെല്ലാം നല്ല വൃത്തിയായിട്ട് മയമായിട്ടുണ്ട്. നമുക്കിനി നന്നായിട്ട് ഒന്നുകൊണ്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കാപ്സിക്കം കണ്ടിച്ചിടാം. വെജിക്കുള്ള മുളക് നമുക്ക് കീറിയെടുക്കാം. അരിയെല്ലാം നമ്മൾ മാറ്റിയെടുക്കുകയാണ്. നമ്മൾ ചെറുതായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത്ര എളുപ്പം മൂത്ത് കിട്ടും. ഞെടുപ്പോട് ഇച്ചിരി ഇരിക്കുന്ന രീതി വേണം കട്ട് ചെയ്യാൻ. നമുക്ക് കാപ്സിക്കത്തിന് വലിയ നെടുപ്പിന് നീളമില്ല, അതുകൊണ്ട് നമുക്കൊരു ഈർക്കിൽ കുത്തിയെടുക്കാവുന്ന. അപ്പോൾ അത് ഒരുപാട് വലിപ്പത്തിലെടുക്കാനും ഒക്കത്തില്ലല്ലോ. നമുക്കിങ്ങനെ ചെയ്തിട്ട് ചെറുതായിട്ട് എടുത്തിട്ട് ചെറിയ പീസാക്കാം. ഈ മുളക് കട്ട് ചെയ്തപ്പോൾ കണ്ടില്ലേ, ഇതിനകത്ത് വേറൊരു മുളക്. നമുക്ക് മഞ്ഞയുടെ ഒരു പീസ് എടുക്കാം, അതും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ പച്ചടി നമ്മൾ കുറച്ചെടുക്കാം. ബജിക്ക് വേണ്ടിയുള്ള മുളകെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിപ്പത്തിലെടുക്കാം, അല്ലെങ്കിൽ കീറാതെടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിതിപ്പം ചെറുതായിട്ട് എടുക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ, നമുക്ക് ക്യാപ്സിക്കത്തിന് തണ്ടില്ല. ഇനി ഞാൻ ചെയ്യുന്നത് എൻ്റെ ഈർക്കിലിയാണ്. ഈർക്കിലെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി വെക്കാം. അപ്പോൾ നമുക്ക് ചെറിയ നെടുപ്പ് കിട്ടും. കണ്ട ഇതുപോലെ നമുക്കെല്ലാം കുത്തിയെടുക്കാം. ആവശ്യത്തിന് പിടിക്കാൻ നോക്കുമല്ലോ. കണ്ട എടുപ്പില്ല എന്നും പറഞ്ഞ് വിഷമിക്കണ്ട. നമുക്കതിനുള്ള മാർഗങ്ങളുണ്ട്. അപ്പോൾ എല്ലാം ഇതുപോലെ നമുക്ക് പിടിയില്ലാത്തതിനെല്ലാം പിടി വെച്ച് കൊടുക്കാം. ഉണ്ട് ഉള്ള മുളകെല്ലാം കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് ബാറ്ററിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് നമുക്ക് ഉണ്ട് മുക്കി പിടിയുള്ളത് കൊണ്ട് സുഖമായിട്ട് നമുക്ക് മുക്കിയെടുക്കാം. എല്ലാം നല്ലപോലെ മുക്കിയെടുക്കാം. ഉണ്ട് അപ്പോൾ നമ്മളെല്ലാം മുളകും ബാറ്ററിനകത്ത് മുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ സമയം കൊണ്ട് വെളിച്ചെണ്ണ തിളപ്പിച്ചിട്ട് ഓരോന്നായിട്ട് പൊരിച്ച് നല്ലൊരു ടേസ്റ്റാണ്. കാപ്സിക്കം കൊണ്ട് നമുക്ക് ബജി ഉണ്ടാക്കാം. വെളിച്ചെണ്ണ തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് മുളക് മുക്കിയെടുക്കാം. ഒരു വശം മൂത്ത് നമുക്കിനി തിരിച്ചിടാം. ചെറുതായിട്ട് എടുക്കുന്നുണ്ട്, നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. ചോറിൻ്റെ കൂടെയും നല്ലതാണ്. ഈവനിങ് സ്നാക്സായിട്ട് നമുക്ക് എടുക്കാം. ഞാനിതിപ്പം ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് എടുക്കുന്നത്. നമ്മുടെ ബജിയെല്ലാം മൂത്തിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഒട്ടും വെളിച്ചെണ്ണ പിടിച്ചിട്ടില്ല. ഈ ബാക്കിയും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ മൂപ്പിച്ചെടുക്കാം. കാപ്സിക്കമാണ്, അതുകൊണ്ട് കുറച്ച് കൂടുതലിടാം. എന്തായാലും കമ്പ് കുത്തിയത് കൊണ്ട് നമുക്ക് പറക്കിയിടുന്നതിനും എടുക്കുന്നതിനും ഒക്കെ നല്ല എളുപ്പമുണ്ട്. അപ്പം ഓരോന്നും നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം വറുത്തെടുക്കാം. അപ്പം എല്ലാവർക്കും എൻ്റെ കാപ്സിക്കത്തിൻ്റെ ബജി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ എല്ലാം സപ്പോർട്ടാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓരോ വെറൈറ്റീസും എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.